നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഗം എന്താണ്, രോഗമില്ലാത്ത അവസ്ഥ എന്താണ്, ദ്രവ്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെയാണ് സപ്തധാതുക്കൾ, എങ്ങനെ രോഗിയെ പരിശോധിക്കണം എന്നൊക്കെയുള്ള ആയുർവേദ കൺസെപ്റ്റുകൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയാം. ഈയൊരു വീഡിയോ സീരീസ് ആയുർവേദ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആയുർവേദ ജിജ്ഞാസുക്കൾക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എല്ലാ വീഡിയോസും കാണുക. തുടർന്നുള്ള വീഡിയോസിനായി കാത്തിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം 7 ധാതുക്കളുടെ പേരാണ് പറയുന്നത്. രസ, അസൃക്, മാംസ, മേധോ, അസ്ഥി, മജ്ജ, ശുക്രാണി, ധാതവ, സപ്തദൂഷ്യ, മല, മൂത്ര, ശകൃത്, ശ്വേതാദയോ, അഭിജ. സപ്തധാതുക്കളുടെയും മലങ്ങളുടെയും പേരാണ് ഇവിടെ പറയുന്നത്. രസം, അസൃക് എന്ന് പറഞ്ഞാൽ രക്തം. രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്രം. ഇങ്ങനെ 7 ധാതുക്കളും. ഇവയെ സപ്തദൂഷ്യ എന്നും പറയുന്നുണ്ട്. കാരണം ഇവ ദുഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ദൂഷ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ദുഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിനെ പോഷിപ്പിക്കുകയും ദുഷിക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇവയെ ദൂഷ്യ എന്ന് പറയുന്നുണ്ട്. മലങ്ങളാകട്ടെ മൂത്രം, ശകൃത് എന്ന് പറഞ്ഞാൽ മലം, സ്വേദം, സ്വേദ ആദികളാണ് പറയുന്നത്. അതായത് മൂക്കിൽ നിന്ന് വരുന്ന മലം, ചെവിയിൽ നിന്ന് വരുന്ന മലം, അതുപോലെ അങ്ങനെ കണ്ണിൽ നിന്ന് വരുന്ന മലം. അവിടെയാണ് ആദി എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ജനറലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ജനറലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വൃദ്ധി സമാനൈ സർവേഷാം വിപരീതേർ വിപര്യ. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മാംസം കുറഞ്ഞ ഒരവസ്ഥ, ശരീരത്തിൽ അപകർഷണം, അതായത് പുഷ്ടിയില്ലാത്തൊരവസ്ഥ, കാർശ്യം, വളരെയധികം ക്ഷീണിതനായിട്ടുള്ള ഒരു വ്യക്തി മാംസരസം കഴിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ ഒരു മാംസത്തിന് ശരീരത്തിനെ ബൃംഹണം ചെയ്യാനുള്ള, ശരീരത്തിനെ നറിഷ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു നറിഷ്മെൻറ്റ് പ്രോപ്പർട്ടി ആ ഒരു വസ്തുവിനുണ്ട്. അത് ശരീരത്തിനെ നറിഷ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാംസധാതുവിനെ ഇൻക്രീസ് ചെയ്യുന്നു ഈ പുറമേ നിന്ന് കഴിക്കുന്ന മാംസരസം. അപ്പോൾ ആ ഒരു സിമിലറായിട്ടുള്ള സാധനം ഇവിടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് അവിടെ വൃദ്ധി സമാനൈ സർവേഷാം വിപരീതേർ വിപര്യ എന്ന് പറയാൻ കാരണം. അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരു വസ്തു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ഡ്രൈനെസ്സിനെ അത് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ നമുക്കൊരു വസ്തുവിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഡ്രൈനെസ്സിനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മെഡിസിൻ കൊടുക്കണം. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അതായത് നമുക്ക് ശരീരത്തിന് തടിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെങ്കിൽ തടിപ്പിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കാം. ഈ പ്രിൻസിപ്പിളിന് ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളുമുണ്ട്. അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയം കൂടെയാണിത്. അടുത്തത് 6 രസങ്ങൾ, ഷഡ്രസങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് മധുരം, ഉപ്പ്, പുളി, എരിവ്, കയ്പ്പ്, ചവർപ്പ് എന്ന് പറയുന്ന 6 രസങ്ങളാണ് ഇവിടെ പറയുന്നത്. രസ, സ്വാദ, അമ്ല, ലവണ, തിക്ത, ഊഷണ, കഷായക, ഷഡ്ദ്രവ്യമാശ്രിതാസ്തേച്ച യഥാപൂർവം ബലാവഹ. സ്വാദ് അതായത് മധുരം, അമ്ലം പുളി, ലവണം ഉപ്പ്, തിക്തം കയ്പ്പ്, ഊഷണം എരിവ്, കഷായ രസം ചവർപ്പ്. ഇങ്ങനെ 6 രസങ്ങൾ, 6 ടേസ്റ്റുകളാണ് ഉള്ളത്. ഇവയിൽ യഥാപൂർവം ബലാവഹ, അതായത് ബലം വരുന്നത് ആദ്യം ഉള്ളവയാണ് ബലമുള്ളത്. അവസാനം വരുമ്പോൾ ബലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ പറയുന്നത് ഇവ ഓരോന്നിൻ്റെയും ആക്ഷനാണ്. ദോഷങ്ങളെ എങ്ങനെ രസങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. തത്രാദ്യം ആരുതം ഗ്രന്ഥി ത്രയസ്തിക്താദയ കഫം കഷായതിക്ത മധുര പിത്തമന്യേത് കുറുവതേ. ആദ്യത്തെ 3 രസങ്ങൾ സ്വാദ്, അമ്ല, ലവണം, ഇവ 3ഉം വാദത്തിനെ കുറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു. അതായത് വാദത്തിൻ്റെ പ്രോപ്പർട്ടീസ് രൂക്ഷം, അതുപോലെ ചലം, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അവയെ കുറയ്ക്കാനുള്ള കഴിവ് 3 രസങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു രസത്തിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ ഉപയോഗിച്ചിട്ടാണ് മരുന്നുകൾ കൊടുക്കുന്നത്. ഡയറ്റും പ്രത്യേകം പറയുന്നത്. പിന്നീടുള്ള 3 രസങ്ങൾ തിക്ത, ഊഷണ, കഷായക.
കയ്പ്പ്, എരിവ്, ചവർപ്പ്. ഇവ 3 കഫത്തിനെ കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് കഫത്തിൻ്റെ പ്രിഡോമിനൻസ് ഉള്ള അസുഖങ്ങളിൽ മരുന്നുകൾക്ക് പൊതുവെ ഈ 3 രസങ്ങൾ ആയിരിക്കാം. അതായത് കയ്പ്പ്, അതുപോലെ ചവർപ്പ്, എരിവ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ 3 കഷായ, തിക്ത, മധുരങ്ങൾ. ഈ 3 രസങ്ങളാണ് ശരീരത്തിലെ പിത്തദോഷത്തിനെ കുറയ്ക്കുന്നത്. അതായത് ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കാൻ ഈ 3 രസങ്ങൾക്ക് സാധിക്കും. അടുത്തത് ദ്രവ്യങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ്. അതായത് പൊതുവേ ഉള്ള വസ്തുക്കളുടെ മരുന്നിൻ്റെ ദ്രവ്യങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ശമനം, കോപനം, സ്വസ്ഥഹിതം, ദ്രവ്യമിതി ത്രിത. മരുന്നുകൾ ശമനം, കോപനം, സ്വസ്ഥഹിതം അങ്ങനെ 3 തരത്തിലുണ്ട്. ശമനം എന്ന് പറയുമ്പോൾ അസുഖത്തിനെ ഇല്ലാതാക്കുന്ന, അവയെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് മരുന്നുകളാണ്. കോപനം എന്ന് പറയുമ്പോൾ ദോഷങ്ങളെ കോപിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങൾ എന്നും പറയാം. അടുത്തത് സ്വസ്ഥഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ആണ് സ്വസ്ഥഹിതമായിട്ടുള്ള ദ്രവ്യം. അടുത്തത് വീര്യം. എന്താണ് മരുന്നുകളുടെ വീര്യം? വീര്യം എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നത് ചൂടായിട്ടാണോ തണുപ്പായിട്ടാണോ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഉഷ്ണ ശീത ഗുണോത്കർഷ തത്ര വീര്യം ദ്വിധാസ്മൃതം. 2 തരത്തിലാണ് വീര്യങ്ങളുള്ളത്. ഉഷ്ണവീര്യവും ശീതവീര്യവും. ശരീരത്തിൽ ചൂടായിട്ട് ആക്ട് ചെയ്യുന്നു, ശരീരത്തിൽ തണുപ്പായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ 2 രീതിയിൽ ഉണ്ട്. മറ്റൊരു പോയിൻ്റാണ് വിഭാഗം. ത്രിധാ വിഭാഗോ ദ്രവ്യസ്യ സ്വാദ്, അമ്ല, കടുകാത്മക. 3 തരത്തിലുള്ള വിഭാഗമുണ്ട്. സ്വാദ്, അമ്ല, കടു. അതായത് സ്വാദ് എന്ന് പറയുമ്പോൾ മധുരമായിട്ടുള്ളതും, അമ്ലം എന്ന് പറയുമ്പോൾ പുളിയായിട്ടുള്ളതും, കടു എന്ന് പറയുമ്പോൾ എരിവായിട്ടുള്ളതും ആണ്. വിഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് ഡൈജസ്റ്റീവ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദഹന പ്രക്രിയയ്ക്ക് ശേഷം അവസാനത്തെ ഘട്ടത്തിൽ വാദത്തിൻ്റെ ആശയത്തിൽ ഉണ്ടാകുന്ന രസം ആണ് വിഭാഗം എന്ന് പറയുന്നത്. അത് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്വാദ്, അമ്ല, കടു. അത് ആദ്യത്തെ 3 സ്വാദ്, അത് കഴിഞ്ഞിട്ടുള്ള 3 അമ്ലം, ലാസ്റ്റ് 3 കടു. അങ്ങനെയാണ് അതിൻ്റെ വിഭാഗം വരുന്നത്. അതുപോലെ അടുത്തത് 20 ഗുണങ്ങളുടെ പേരാണ് പറയുന്നത്. ഗുരു, മന്ദ, ഹിമ, സ്നിഗ്ധ, ശ്ലക്ഷ്ണ, സാന്ദ്ര, മൃദു, സ്ഥിര ഗുണാഹ സസൂക്ഷ്മ വിശദ വിംശതി സവിപര്യയ. അപ്പോൾ അതിൻ്റെ 10 പേരും അതിൻ്റെ ഓപ്പോസിറ്റും കൂടെ ചേർത്തിട്ടാണ് 20 വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ത്രിദോഷങ്ങളുടെ ഗുണത്തിൻ്റെ കൂട്ടത്തിൽ ഈ പേരുകളൊക്കെ വന്നിരുന്നു. സാന്ദ്ര എന്ന് പറയുന്ന വാക്കിനർത്ഥം ഇവിടെ ഡെൻസിറ്റി, ഡെൻസറായിട്ടുള്ള ഒരു ഗുണത്തിനെ കുറിച്ചാണ് പറയുന്നത്. വിശദം എന്ന് പറഞ്ഞാൽ വായിലാകെ വ്യാപിക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിശദ ഗുണം, വ്യാപിക്കുന്ന ഒരു ഗുണമുള്ളതാണ് വിശദം. അടുത്തത് കാലാർത്ഥകർമ്മണം യോഗോ ഹീനമിഥ്യാദി മാത്രക സമ്യക് യോഗസ്യ വിജ്ഞായ രോഗ ആരോഗ്യ കാരണം. എന്താണ് രോഗത്തിൻ്റെയും അതുപോലെ ആരോഗ്യത്തിൻ്റെയും കാരണം, മൂലകാരണം എന്നാണ് ഇവിടെ പറയുന്നത്. കാല അർത്ഥകർമ്മങ്ങളുടെ ഹീനമിഥ്യ അതിയോഗങ്ങളും സമ്യക് യോഗവുമാണ്. അതായത് സമ്യക് യോഗം എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റൈറ്റ് കോമ്പിനേഷൻ അതാണ് സമ്യക് യോഗം. അതാണ് ആരോഗ്യത്തിൻ്റെ കാരണം. ഇനി രോഗത്തിൻ്റെ കാരണമാകട്ടെ കാല അർത്ഥ കർമ്മണ അതായത് കാലത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിൻ്റെയും. കാലത്തിൻ്റെ ഹീനയോഗം, അർത്ഥത്തിൻ്റെ ഹീനയോഗം, കർമ്മത്തിൻ്റെ ഹീനയോഗം. അതുപോലെ കാലത്തിൻ്റെ മിഥ്യായോഗം, അർത്ഥത്തിൻ്റെ മിഥ്യായോഗം, കർമ്മത്തിൻ്റെ മിഥ്യായോഗം, കാലത്തിൻ്റെ അതിയോഗം, അർത്ഥത്തിൻ്റെ അതിയോഗം, കർമ്മത്തിൻ്റെ അതിയോഗം. അങ്ങനെ പ്രത്യേകമാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണമായിട്ട് കാലം തെറ്റി വരുന്ന മഴ എന്നൊക്കെ പറയുമ്പോൾ ആ സമ്മറിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ വിൻ്റർ സീസണിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കാലത്തിൻ്റെ യോഗത്തിലുണ്ടാകുന്ന പ്രശ്നമാണ്. അതുപോലെ അർത്ഥം എന്നിവിടെ പറയുന്നത് നമ്മുടെ വെൽത്ത്, മണി എന്നൊക്കെ ഒരുമിച്ച് പറയാം. അതുപോലെ ഇന്ദ്രിയാർത്ഥം പറയാറുണ്ട്. ഇന്ദ്രിയാർത്ഥമാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അതായത് ഉദാഹരണത്തിന് ഹീനയോഗം, കണ്ണിൻ്റെ ഹീനയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ അധികം നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ അധികം യൂസ് വരുന്നില്ല, അപ്പോൾ അത് ഹീനയോഗമാണ്. അതുപോലെ മിഥ്യായോഗം എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ഓടിക്കൊണ്ടിരിക്കുന്ന
വണ്ടിയിലിരുന്ന് നമ്മൾ പുസ്തകം വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ കണ്ണിൻ്റെ മിഥ്യായോഗം അവിടെ വരുന്നു. അതിയോഗം എന്ന് പറയുമ്പോൾ ഈ ഫോൺ പോലുള്ള വസ്തുക്കളിലൊക്കെ അധിക നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്, കമ്പ്യൂട്ടറിൽ അധിക നേരം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇന്ദ്രിയത്തിൻ്റെ അതിയോഗമാണത്. അതാണ് യോഗങ്ങളുടെ കാര്യം വരുന്നത്, ഇന്ദ്രിയങ്ങളുടെ. അതുപോലെ കർമ്മത്തിൻ്റെ തന്നെ ഹീനയോഗം എന്ന് പറയുമ്പോൾ അധികം ചെയ്യാതിരിക്കുക, ഒരു കാര്യവും ചെയ്യാതെ അലസമായിട്ടിരിക്കുക. മിഥ്യായോഗം എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യത്തിനല്ലാതെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യുന്നതൊക്കെ മിഥ്യായോഗം. അതുപോലെ അതിമാത്രം എന്ന് പറയുമ്പോൾ അത്യധ്വാനം, ആവശ്യമില്ലാത്ത അത്രയും അമിതമായിട്ട് ആക്ടിവിറ്റി ചെയ്യുക, വർക്ക് ചെയ്യുക, അതൊക്കെയാണ് അതിമാത്രം. അപ്പോൾ സമ്യക് യോഗം തന്നെയാണ് ഏറ്റവും വേണ്ടത്. അപ്പം മിതമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്യുന്നതാണ് ആരോഗ്യത്തിൻ്റെ മൂലകാരണം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അസുഖമായിട്ട് മാറുകയും ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു, വിശദം എന്ന് പറയുന്നത് ഒരു ക്ലിയർ, ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു ഗുണമായിട്ടാണ് വരുന്നത്. അടുത്തത് രോഗസ്തു ദോഷവൈഷമ്യം ദോഷസാമ്യം അരോഗത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദോഷങ്ങളുടെ ഇംബാലൻസ് വരുമ്പോൾ, വിഷമത വരുമ്പോൾ അതാണ് രോഗം. ദോഷങ്ങളുടെ സാമ്യത, 3 ദോഷങ്ങളുടെ സന്തുലിത അവസ്ഥയാണ് ആരോഗ്യം. ഇനി അടുത്ത രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ്. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനുണ്ട്. നിജ ആഗന്തു വിഭാഗേന തത്ര രോഗ ദ്വിധാ സ്മൃത. നിജ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളുടെ തന്നെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് നിജരോഗങ്ങൾ. ആഗന്തു രോഗങ്ങളാകട്ടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ട്രോമ അല്ലെങ്കിൽ കാലത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പകർച്ചവ്യാധികൾ, അങ്ങനെയൊക്കെ പറയുന്ന ആഗന്തുജ രോഗങ്ങളാണ്. എക്സ്റ്റേണൽ ട്രോമ വരുന്നതൊക്കെ, ഫ്രാക്ചർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഗന്തുജ രോഗങ്ങളാണ്. അടുത്തത് ഇവയുടെ പിന്നീടുള്ള ക്ലാസിഫിക്കേഷനാണ് തേഷാം കായ മനോഭേദാത് അധിഷ്ഠാനമപി ദ്വിധ. ഇവയുടെ അധിഷ്ഠാനം തന്നെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, കായവും മനസ്സും, ശരീരവും മനസ്സും. അപ്പം ശാരീരിക രോഗങ്ങളുണ്ട്, മാനസിക രോഗങ്ങളുണ്ട്. അതുപോലെ മനസ്സിൻ്റെ 2 ദോഷങ്ങളാണ് രജസ് തമശ്ച മനസ്സോ ദ്വൗച്ച ദോഷ ഉദാഹൃതവും. മനസ്സിൻ്റെ 2 ദോഷങ്ങളാണ് രജസ്സും തമസ്സും. ഇതിൽ സത്വം പറഞ്ഞിട്ടില്ല, കാരണം സത്വം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ദോഷമല്ല. സത്വഗുണമാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, വളർത്തിക്കൊണ്ട് വരേണ്ടത്. രജോ ഗുണം അധികമായിട്ടുള്ള അത്യാഗ്രഹം, ലോഭ മോഹാദികൾ ഉണ്ടാക്കുകയും ദേഷ്യം മുതലായിട്ടുള്ള കൂടുകയും, തമോ ഗുണമാകട്ടെ ആലസ്യം, അതുപോലെ മൂഢത ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് രജസ്സും തമസ്സും ഒഴിവാക്കി സത്വഗുണം കൾട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത്, രോഗിയെ എക്സാമിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദർശന സ്പർശന പ്രശ്നേഹി പരീക്ഷേതച്ച രോഗിണം. എങ്ങനെയാണ് രോഗിയെ പരീക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് രോഗിയെ അറിയേണ്ടത്? ദർശനം, കാണുമ്പോൾ തന്നെ. അതായത് ഇപ്പം മഞ്ഞപ്പിത്തം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ബൾബാർ കൺജക്റ്റൈവ മഞ്ഞ നിറത്തിലിരിക്കും. അപ്പം അത് ദർശനം കൊണ്ട് മനസ്സിലായി. അതുപോലെ സ്പർശനം കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ക്രെപ്പിറ്റസ്, നമ്മുടെ ജാനു സന്ധിയിൽ ഒരു ക്രെപ്പിറ്റസ് ഉണ്ടെങ്കിൽ അത് സ്പർശനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പ്രശ്നം, നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് രോഗിയുടെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് രോഗിയെ അറിയേണ്ടതെന്നാണ് ആചാര്യൻ പറയുന്നത്. അടുത്തത് രോഗം നിദാന പ്രാഗ്രൂപ ലക്ഷണ ഉപശയാപ്തിഭി. രോഗത്തിനെ അറിയേണ്ടത് നിദാനം എന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ കാരണം. അടുത്ത പ്രാഗ്രൂപം എന്ന് പറയുമ്പോൾ പ്രാഗ് ആയിട്ടുള്ള രൂപം, രൂപം എന്ന് പറഞ്ഞാൽ ലക്ഷണം, ലക്ഷണത്തിന് മുമ്പ് കാണിക്കുന്ന ലക്ഷണം. അതാണ് പ്രോപ്പറായിട്ടുള്ള ലക്ഷണങ്ങൾക്ക് മുമ്പായിട്ട് ശരീരം തരുന്ന കുറച്ച് വാണിംഗ് സിഗ്നൽ പോലെയുള്ള കുറച്ച് സൈൻസ് ഉണ്ട്. അവയാണ് ഇവിടെ പ്രാഗ്രൂപം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള രോഗലക്ഷണങ്ങൾ. അതുപോലെ ഉപശയം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക തരത്തിലുള്ള ഉപായങ്ങൾ രോഗിക്ക് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ പഥ്യാപഥ്യങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിലത് കൊടുത്തു കഴിയുമ്പോൾ രോഗിക്ക് രോഗം മാറുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇതുകൊണ്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തൈലം അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറിയിട്ട് രോഗിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവിടെ വാതദോഷം തന്നെയായിരുന്നു പ്രിഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ വാതദോഷത്തിനെ കഫപ്രധാനമായിട്ടുള്ള തൈലം കൊണ്ട് അത് മാറ്റി, സ്നിഗ്ധഗുണം കൊണ്ട് മാറ്റി അത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഉപശയം പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു. ഇനി അഥവാ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ കഫദോഷം കൊണ്ട് ചില കണ്ടീഷൻസിൽ മറ്റുള്ള ദോഷങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ സംശയിക്കണം. അങ്ങനെ നമുക്ക് ഒരു
ട്രയൽ ആൻഡ് എറർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു മെത്തഡോളജി ഉപശയത്തിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്.